ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. എന്നത്തെയും പോലെ ഇന്നും നല്ല തണുപ്പായിരുന്നു കേട്ടോ. കുറച്ച് തട്ടിമുട്ടിയാണ് എണീറ്റ് വന്നേക്കണത് അടുക്കളയ്ക്ക്. എന്നാലും എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതൊന്ന് ചടവൊക്കെ അങ്ങോട്ട് മാറും. പെട്ടെന്നൊന്ന് പണി തീർത്താൽ മതി അങ്ങനെയുള്ള ചിന്തയൊക്കെ ആവും കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ മത്തങ്ങയും പയറാണ് കേട്ടോ വെക്കാൻ പോണത്. പെട്ടെന്ന് തന്നെ അത് നേരെയാക്കിയിട്ട് വേണം ഇനി അടുപ്പത്ത് വെക്കാൻ. ഇപ്പം അടുത്ത് ഞങ്ങൾ സപ്ലൈകോയിലേക്കൊക്കെ പോയി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അരിയും മേടിച്ചു. ഇപ്രാവശ്യം മട്ടരിയെ കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കുക്കറിൽ വെക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ തലേ ദിവസം റൈസ് കുക്കറിൽ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക ചെയ്തേട്ടോ രാത്രി. അപ്പോൾ രാവിലെ വലിയ പണിയില്ലല്ലോ, അതെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ വറുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ പണി തീർന്നു. മറ്റത് കുക്കറിലാകുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും താനും. എന്നാൽ പിന്നെ ഇന്ന് വലിയ പണിയില്ല എന്ന് തന്നെ വിചാരിക്കാം. പയർ തലേ ദിവസം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മത്തങ്ങയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട്, കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത്, അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വിസിലടിപ്പിക്കാം. ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ടേ പഴം പുഴുങ്ങിയിട്ടാണ് കൊടുക്കണം കേട്ടോ. നേന്ത്രപ്പഴം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും രണ്ട് സൈഡിലായിരുന്നിട്ട് അവിടെ വെന്ത് വന്നോളൂല്ലോ. ചോറിലേക്ക് കല്ലുപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചോറിൽ ഉപ്പിട്ടിട്ട് തന്നെ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. വലിയൊരു പണി കഴിഞ്ഞത് തോന്നണത് ഈ ചോറ് വേവിക്കുമ്പോഴാട്ടോ. ഇത് സാധാരണ നമ്മൾ കുക്കറിലാണല്ലോ വേവിക്കാൻ വെക്കാറ്. അപ്പോൾ കുറേ സമയം വേണ്ടി വരാറുണ്ട്. ഇതാവുമ്പോൾ കുറച്ച് എളുപ്പപ്പണി തന്നെയാണ്. പക്ഷേ എനിക്ക് മുന്നൊക്കെ അരി വേവാത്തൊരു ഫീല് തോന്നിയിരുന്നു കേട്ടോ. പിന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാണ്ട്, ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ എനിക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ. ഇപ്പോൾ കുക്കറിൽ വെക്കുമ്പോഴും ഈ അരിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല. സാധാരണ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ. എന്നാൽ പിന്നെ ഏതായാലും സെയിം തന്നെയാണല്ലോ, എന്നാൽ പിന്നെ എളുപ്പപ്പണി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൽ ഇറക്കി വെച്ചതാട്ടോ. പണി പെട്ടെന്ന് തീരും ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റവ് ഫ്രീ ആവും. അതാണ് നമ്മുടെ മെയിൻ കാര്യം കേട്ടോ. നമ്മുടെ വീട്ടിലെ കോളേജിൽ കുഞ്ഞൊരു സന്തോഷം നടന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊന്ന് പോകണമെന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാലേ പുതിയ ടി വി മേടിച്ചു അച്ഛനെ ചെറിയ രീതിക്ക് സ്ഥലക്കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിക്ക് ഒരു കച്ചവടം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പൈസയ്ക്ക് 55 ഇഞ്ചിൻ്റെ ഒരു ടി വി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഇന്നലെ രാത്രി കേട്ടോ വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്നലെ രാത്രി അതൊക്കെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അച്ഛൻ എന്നിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തന്നു. അച്ഛനാണെങ്കിൽ വീട്ടിലേക്ക് ഇങ്ങനെ നമ്മൾ വേറെ വീട്, അച്ഛനാണെങ്കിൽ മെയിനായിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് വാടക വീട് സെറ്റാക്കി കൊടുക്കുക, വീടുകൾ എന്താ പറയുക വിൽക്കാൻ സഹായിക്കുക, അങ്ങനത്തെ പരിപാടികളായതുകൊണ്ട് തന്നെ ഓരോ വീടുകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ വീടിലത്തെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കൂടുതൽ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ അത് നമ്മളും അങ്ങനെ തന്നെയല്ലേ. ഞാനൊക്കെ ആണെങ്കിൽ ഓരോ അടുക്കളകളും അവിടുത്തെ പാത്രങ്ങളാണ് ശ്രദ്ധിക്കണൊക്കെ. അച്ഛൻ അവിടുത്തെ മെയിൻ ഇലക്ട്രോണിക് സാധനങ്ങളാണ് കേട്ടോ. അച്ഛന് മെയിനായിട്ട് ഈ ടി വി, ഹോം തിയേറ്റർ അങ്ങനത്തെ സംഭവങ്ങളിലേക്കാണ് കൂടുതൽ താല്പര്യം കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നൊക്കെ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗണ്ടിലൊക്കെ സിനിമയൊക്കെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ അത് കേടായി. പിന്നെ നമ്മൾ ആ സൈഡിലേക്ക് മേടിക്കണം എന്ന് പറയണമെന്നല്ലാണ്ട് മേടിച്ചിട്ടില്ല ഇതുവരെ. ടി വി പിന്നെ പെട്ടെന്ന് തന്നെ കേടായത്. എന്നാൽ പിന്നെ ടി വി മേടിക്കണം. ഹോം തിയേറ്റർ പിന്നെ അത്ര അർജൻറ്റുള്ള കാര്യമല്ലല്ലോ. പിന്നെ ഇപ്പോൾ മേടിച്ച് വെച്ചിട്ട് എന്ന് പറയുമ്പോൾ ചേട്ടന് വീട്ടിലിപ്പോൾ ആരും ഇല്ല കേട്ടോ. മെയിനായിട്ട് ആകെ ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും ടി വി എന്ന് പറഞ്ഞാൽ ചെറിയ ഓട്ടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അച്ഛന് നല്ല സിനിമകളൊക്കെ ഇട്ട് കാണാനാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ചേട്ടനൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഹോം തിയേറ്റർ ഇപ്പോഴും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുക. അങ്ങനെ അപ്പോൾ ചേട്ടന് ജോലി കിട്ടിയിട്ടുണ്ട്, ജോലി ശരിയായിട്ടുണ്ട്. ഇത്ര നാൾ ചേട്ടൻ ജോലിക്കൊന്നും പോയി കിടന്നില്ല കേട്ടോ. എൻ്റെ ചേട്ടനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്ക് തന്നെയാണ് തോന്നുന്നു കേട്ടോ, ഫസ്റ്റ് ഇയർ എന്തോ പഠിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു ആക്സിഡൻറ്റ് പറ്റി. വിഷുവിന് ഗുണ്ട് പൊട്ടിച്ചിട്ട് കണ്ണിൻ്റെ ഒരു സൈഡ് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കണ്ണ് കാണില്ല, അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. അത് ഞരമ്പുകൾക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളായി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വർഷമായിട്ടോ. അങ്ങനെ ഒരു ഇതിൽ ചേട്ടനും പുറത്തിറങ്ങി കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ കാണാൻ നമ്മൾ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ധൈര്യമായിട്ട് നടന്നു പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ ചേട്ടനും
ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. സൈഡിലത്തെ സംഭവങ്ങളൊന്നും കാണില്ലല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞാൽ പറ്റുമോ അങ്ങനെയുള്ളൊരിത്. ജോലിയാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതും പിന്നെ വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടൻ മാത്രമല്ല അച്ഛനും ചെറിയൊരു രീതിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ, പുറത്തേക്ക് വിടാനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതായിരുന്നു. പിന്നെ പെട്ടെന്ന് ഉഷാറാവാൻ തുടങ്ങിയിട്ടോ. പിന്നെ ഡിഗ്രിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വർഷം 2 വർഷത്തോളം അങ്ങനെ വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്ന് പോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ ഡിഗ്രി പഠിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ അല്ല കേട്ടോ, ഒരു 2 കൊല്ലമായിട്ടുണ്ടാവും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനൽ എക്സാമും നടന്നുകൊണ്ടിരിക്കുക എന്തോ ആണ് കേട്ടോ. അപ്പോൾ കോളേജിലേക്ക് പോയിട്ടല്ല, അതായത് ഡെയിലി കോളേജിലേക്ക് പോകണ്ട, ഞായറാഴ്ച ദിവസം മാത്രമേ അവർക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. പിന്നെ എക്സാമും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ എന്തൊക്കെയോ കേട്ടോ. അങ്ങനെ പോയി എക്സാമൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട്. ഇപ്പം ജോലിക്ക് പോകാൻ തുടങ്ങി. മൊത്തത്തിൽ ഈ വർഷം ചെറിയ രീതിക്ക് നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മെല്ലെ ഒരു ദിവസം നോക്കിയിട്ട് വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം, TV ഒക്കെ ഒന്ന് കാണണം. പിന്നെ ഇനിയിപ്പോൾ പഴയ പോലെയല്ല, മറ്റേതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ചേട്ടനെങ്കിലും വീട്ടിലുണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് മാത്രമേ വരുള്ളൂ. അതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മുടെ ഉപ്പുമാവ് ഒരു സൈഡിൽ റെഡി ആവുന്നുണ്ട്, ക്യാബേജ് ഉപ്പേരി ഒരു സൈഡിൽ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീരെ കുറേ ദിവസമായി പറയണു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അമ്മ, സ്കൂളിലേക്ക് കുട്ടികളൊക്കെ ഫ്രൈഡ് റൈസ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഇനിയിപ്പോൾ ഓരോരോ പുതിയ മെനു കാർഡ് കൊണ്ടുവരും തോന്നുന്നുണ്ട് ഇവൻ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഒരുവിധം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ എങ്ങാനും ഇന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു. പിന്നെ പച്ചക്കറികൾ ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്തിട്ട് വേണമല്ലോ ഇനി അടുത്തത് മേടിക്കാൻ, എന്നിട്ട് വേണമല്ലോ അടുത്ത എന്തെങ്കിലും ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ക്യാബേജൊക്കെ തീരട്ടെ വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കാം. എല്ലാ ഡോർ തുറന്ന് കേട്ടോ, ഒരു 7 മണിക്ക് ആവാറായിട്ടുണ്ട്. നേരം വെളുത്താൽ മാത്രം ഞാൻ വാതിൽ തുറക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. ചില സമയത്ത് റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കട്ട ശോകമാണ് കേട്ടോ. അതങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെച്ചു. ഇനി റേഡിയോ ഇല്ലാണ്ട് പണിയെടുക്കാം. അടുപ്പുകളൊക്കെ ഒന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ ഈ മത്തങ്ങയും പയറുമില്ലേ, അത് വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുക്കറിലത്തെ, അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലത്തെ അരപ്പ് ശരിയാക്കിയാലോ. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി, എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തേങ്ങയിലേക്ക് ജീരകം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു അല്ലി കേട്ടോ, ഒരു അല്ലി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കുത്തായിരിക്കും. പിന്നെ പച്ചമുളകും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുക. ചുവന്നുള്ളി ഒന്നും ഞാൻ ഇടാറില്ല പൊതുവെ. ചില വീഡിയോസ് നോക്കുമ്പോൾ അതിൽ ചുവന്നുള്ളി കയറുന്നതാണ് കേട്ടോ. എനിക്കെന്തോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ചില ഭാഗങ്ങൾ ശോകം പോലെ തോന്നാറുണ്ട് എനിക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ. അതായത് ഭയങ്കര സ്ലോ മോഷനായിട്ട് തോന്നും കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒരുവിധം സ്പീഡാക്കി വെക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് ഞാൻ കൊറിയൻ വീഡിയോ കാണാൻ തുടങ്ങി. അതായത് ഇതന്നെ ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അവരുടെ ഡേ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ അത് മാത്രമല്ലാന്നേ, ആ വീഡിയോ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മൾ അറിയണില്ല. അതേപോലെ ഒരു രസത്തിൽ അത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നാൽ ആ പെൺകുട്ടി സംസാരിക്കണമൊന്നുമില്ല കേട്ടോ, ഫുൾ മ്യൂസിക് ആയിരിക്കും. എനിക്ക് ആ മ്യൂസിക് ഇടാൻ പേടിയാണ്, എനിക്ക് കോപ്പിറൈറ്റ് വന്നാലോ എന്നുള്ളൊരു പേടി കാരണം മ്യൂസിക്കൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. ഞാനിങ്ങനെ വളവളവ സംസാരിച്ചിട്ട്, എങ്കിലും എനിക്ക് അതേപോലെ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് തീരണം, എന്നാൽ എല്ലാം അങ്ങോട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കും വേണം. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെല്ലെ മെല്ലെ നമുക്കതിലേക്ക് പോവാം, അങ്ങനെയല്ലേ പറ്റുള്ളൂ, എല്ലാം ശരിയായി വരണം. പക്ഷേ എൻ്റെ ഭാവിയിൽ ഞാൻ അങ്ങനെ ഒരു രസത്തിലാക്കി എടുക്കും. ഇപ്പോൾ ബോറടിക്കുന്നുണ്ടാവില്ലേ, സാരില്ല, ഞാൻ മെല്ലെ മെല്ലെ ടൈമൊക്കെ കുറച്ച് കാണാൻ പറ്റണ പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതായത് ചിലർ ഈ ടൈം നോക്കിയിട്ടാണ് വീഡിയോ കാണുക. ഇത് എത്ര ലെങ്ത് ഉണ്ട് എന്ന് നോക്കും താഴെ എത്ര. എന്നോട് കുറച്ച് പേര് ഇങ്ങനെ പറയാൻ തുടങ്ങി, എൻ്റെ വീഡിയോ അത്ര നേരമൊന്നും വെച്ചിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തീരണ വീഡിയോ ഞങ്ങൾ നോക്കിയെടുക്കാറ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാനും വിചാരിക്കും, അയ്യോ ഫുള്ള് കണ്ടാലല്ലേ ഒരു രസം, അതിനെന്തൊക്കെയുള്ളതെന്ന്. അങ്ങനെയൊക്കെ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോഴും ഇതിൻ്റെ അവസാനം എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് ഇടാറല്ല നോക്കാറ്. അപ്പോൾ അതേപോലെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഉള്ള ഭാഗങ്ങൾ മുഴുവൻ ഒരുവിധം സ്പീഡാക്കിയിട്ട് എന്നാൽ പെട്ടെന്ന് തീർന്ന പോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഒരുവിധം സെറ്റായിട്ടോ, അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നീരവ് എണീറ്റ് വന്നു കഴിഞ്ഞാൽ അവന് കൈയോടെ മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ പറഞ്ഞിട്ട് കൊടുക്കണം. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ, നല്ലതാണല്ലോ. ക്യാബേജ് ഉപ്പേരിയിൽ ഉപ്പില്ല കേട്ടോ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഈ ഉപ്പേരിയൊക്കെ ആയതിന് ശേഷം ഇതിൽ ഉപ്പ് പിടിക്കുമെന്ന് ചെറിയൊരു സംശയമില്ല, അതില്ല. 2 ദിവസത്തേക്കുള്ളതാണേ, അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കി പരിചയമില്ലല്ലോ നമുക്ക്, എപ്പോഴും കുറച്ചെല്ലാം ഉണ്ടാക്കുക. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ചില സമയത്ത് കുറയുകയൊക്കെ ചെയ്യും കേട്ടോ.
നീരവ് എണീറ്റ് വന്നിട്ടുണ്ട് അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട്. പിന്നെ അവനെ ടോയ്ലറ്റിൽ ഞാൻ കൈയോടെ കൊണ്ടിരുത്തി. പിന്നെ അത് ഓടി വന്നിട്ട് ഞാൻ കാപ്പിയും ചായയും എല്ലാം കൂടെ റെഡിയാക്കിട്ടോ. ഇനി അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ടിഫിൻ ബോക്സ് ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല. കറികളൊന്നും പാത്രത്തേക്ക് മാറ്റി ക്യാബേജ് വെച്ചിട്ടുണ്ട്, മറ്റേ മത്തങ്ങയും പയറും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു കറിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നേ, രാത്രി ആകുമ്പോഴേക്കും അങ്ങോട്ട് പതപൊന്തി കേടാവാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ളതും നീരവിന് കൊണ്ടുപോകാനുള്ളതും മാത്രം ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ഞാൻ അങ്ങനെ തന്നെ ചൂടാകുമ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനാണ് കേട്ടോ. എന്തായാലും 2 ദിവസത്തേക്ക് കറി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നീരവ് വന്നു കേട്ടോ. അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ പിന്നെ പാൻറ് ഇട്ട് കൊടുത്തില്ല, മുണ്ടുടുപ്പിച്ച് കൊടുത്തേക്കുക. വേഗം മുട്ട കഴിച്ചിട്ട് നമുക്ക് പല്ല് തേച്ചു കേട്ടോ, കുളിച്ചിട്ട് നമുക്ക് റെഡിയാവാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മുട്ട കഴിക്കണ നേരം കൊണ്ട് ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കാണ്. ചോറും പിന്നെ ക്യാബേജ് ഉപ്പേരിയും. പിന്നെ ഞാൻ ഒരു പപ്പടമല്ല, എന്നാൽ പപ്പടം പോലത്തെ ഒരു വെളിച്ചെണ്ണയിലിട്ട് എന്താ പറയുക, പപ്പടം പോലെ എന്താ പറയുക, കറമുറു ഒരു സംഭവം അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ എൻ്റെ കൂടെ മാവേലിക്ക് വന്നിട്ടുണ്ടായിരുന്നു നീരവേ. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഈ ഒരു സംഭവം കൊണ്ടുവരാറുണ്ട്, എനിക്കും വേണം എന്നൊക്കെ. ഒരു വല പോലത്തെ ഒരു സംഭവം കേട്ടോ, ഞാനിപ്പോൾ കാണിക്കും. അപ്പോൾ ഈ സാധനം കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ വറുത്ത് വെച്ചതാ. എന്താ പറയുക, എനിക്കത് കണ്ടപ്പോഴേ വല പോലെ തോന്നി. മീൻ വലയല്ലേ, നമ്മൾ പിക്ചറിൽ കാർട്ടൂണിലൊക്കെ കാണിക്കാറില്ല, അങ്ങനെ ഒരു രൂപം കണ്ടു കേട്ടോ. ബോട്ടിൽ വെള്ളം ഒഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജഗ്ഗിൻ്റെ താഴെ അന്നത്തെ പോലെ ബട്ടർഫ്ലൈയോ അങ്ങനെ എന്തെങ്കിലും കൊട്ടി പിടിച്ചിരിക്കണ്ടോ നോക്കുകയാണ് കേട്ടോ. ചില സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല, ഞാനത് എടുത്ത് കളഞ്ഞത് തന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ ഫോണും വീഡിയോ പിടുത്തം എല്ലാം കൂടി ചില സമയത്ത് എൻ്റെ ഓർമ്മശക്തി കംപ്ലൈൻറ്റ് ആവണുണ്ടോ എന്നൊരു സംശയം. കാരണം ഇത് മാത്രമേ ഉള്ളൂ മൈൻഡിൽ, വേറെ ഒന്നുമില്ല. ഞാനൊക്കെ ചില സമയത്ത് ഭയങ്കരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് അബ്നോർമലായിട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ മൈൻഡിൽ ഈ ക്യാമറ ഓൺ ചെയ്യണം, ഓഫാക്കണം, ഡയറക്ഷൻ മാറ്റണം, അങ്ങനെ ഇങ്ങനെയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതും ഈ ഡെയിലി ഇത് തന്നെയല്ലേ, ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എനിക്ക്. വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ആക്കുക, അപ്ലോഡ് ചെയ്യുക, ഡിലീറ്റ് ആക്കുക, വീണ്ടും വീഡിയോ എടുക്കുക, ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ പരിപാടി. അതുകൊണ്ട് ചില സമയത്ത് എൻ്റെ കിളി പോകുന്നുണ്ട്, നീരവിൻ്റെ ഭാഷയിലാണ് കിളി പോകുന്നുണ്ട്, അതെനിക്കും പോകുന്നുണ്ട് കേട്ടോ. ബാഗിൻ്റെ ഉള്ളിൽ നിറച്ച് കണി കണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുടഞ്ഞ് ശരിയാക്കാറുന്നു. അവൻ്റെ കുപ്പിപ്പുറത്ത് വീണിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അതേപോലെ എൻ്റെ ചില സമയത്തെ കാര്യങ്ങളെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇപ്പം അടുത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാഗ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ബാഗിൻ്റെ സിബ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കള്ളിയിൽ ഒരു മൂർക്കമ്പാമ്പ്, അതും ചെറുതൊന്നല്ലടോ, വലിയൊരു സാധനം. അതിൻ്റെ ചീറ്റലെന്നെ കേൾക്കുമ്പോൾ നമ്മൾ ബോധം കെട്ട് വീഴും. എനിക്കാണെങ്കിൽ പാപ്പിൻ്റെ ഭയങ്കര പേടിയാണ്, അവരെല്ലാവർക്കും പേടിയില്ല, അതൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി കണ്ടപ്പോൾ ഞാൻ സകല സാധനങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ബാഗ് ഇപ്പോൾ ആദ്യമൊക്കെ ഇവൻ്റെ ഷൂ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ബാഗും എല്ലാം എടുത്ത് കുടയും, അതേപോലത്തെ പരിപാടി ആയിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, ആ ബാഗ് പൊക്കി ഇപ്പോൾ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഇതിൽ പിന്നെ ഒന്നുമില്ല, ഞാൻ കൊണ്ടുവന്ന പാടെ അവിടെ ഇവിടെ ഒന്നും വെക്കില്ല, നേരെ അവൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറ്റി വയ്ക്കുക ചെയ്യാട്ടോ. എങ്കിലും ഒരു പേടി, എങ്ങാനും ഇനി അതിൻ്റെ ഇടയിൽ കൂടെ വല്ലതും കയറിയ ഒന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇട്ടുകാലിയോ വഴുതാലിയോ എന്തെങ്കിലുമൊക്കെ കയറിയിരുന്നാൽ പിന്നെ കുട്ടിക്കും പേടി ഈ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ എല്ലാം നല്ലോണം കുടയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യാമെന്നായിട്ട് വിചാരിച്ച് ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ടാണ് നേരെ ഉപ്പുമാവ് കഴിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ആ ക്രീമും പിന്നെ പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല ഭംഗിയിൽ ചീവി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത് കൊടുക്കണമെന്ന് വലിയ തൃപ്തി ആവണില്ല. കുട്ടികൾ വലുതാവുന്നതോടും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഓൾഡ് ഫാഷനാവും, അങ്ങനെയൊക്കെ ആവും. അതായാലും കുഴപ്പമില്ല. ഇന്ന് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നോട്, അല്ലെങ്കിൽ പറയാം അമ്മ മുടിയിരണം ഒന്നും ഭംഗിയില്ല എന്ന് കേട്ടോ. കുറച്ച് ലിപ് ബാമൊക്കെ ചുണ്ടുമ്പോൾ തേച്ചിട്ട് ഞങ്ങൾ വേഗം ബാഗും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. സ്കൂൾ ബസ്സും വന്നു കേട്ടോ. ബൈ. എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ അല്ലേ, സ്കൂൾ ബസ് വന്നതും പോയതും. പിന്നെ എനിക്ക് ആകെ ഒരു ശോകം പിടിച്ച അവസ്ഥയാണ് കേട്ടോ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പിന്നെ അവനെ സ്കൂളിലേക്ക് വിടാണ്ടിരിക്കാൻ പറ്റില്ല. എന്നാൽ ഉണ്ടെങ്കിലോ ചില സമയത്ത് നമുക്ക് വട്ടാവും, അതേപോലെ വാശിയും കാര്യങ്ങളും. എന്നാൽ എല്ലാ ദിവസവും അങ്ങനെ ഇല്ല താനും. അങ്ങനെ ഓരോ ദിവസം ഓരോ വിഷമങ്ങൾ.
ഇന്ന് സ്കൂളിലേക്ക് അവനെ വിട്ടതിന് ശേഷം അയ്യോ ഒറ്റയ്ക്കായല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ വേഗം ഒതുക്കിയിട്ട് വേണം എനിക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കേട്ടോ. ഇന്നത്തെ ദിവസം എൻ്റെ അടുക്കളയാണ് ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കണത്. കാരണം ഈ സ്റ്റാൻഡ് മാറ്റിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പണികൾ രാവിലത്തെ എടുക്കുന്ന സമയത്ത് ഓർക്കാം അയ്യോ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തില്ലല്ലോ എന്ന്. അപ്പം ഞാൻ എന്തായാലും സംഭവങ്ങളൊക്കെ എടുത്ത് നല്ല രീതിക്ക് അങ്ങ് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതിന് മുന്നേ നമ്മുടെ അവിടെ ഒരു കറുപ്പും പിങ്കും ആയിട്ടുള്ള ആ സ്ഥലത്ത് ആ സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സ്റ്റാൻഡിൻ്റെ താഴെ ഒരു എന്താ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി ഒരു പ്ലേറ്റ് പോലത്തെ ആ സംഭവമില്ലേ, അതന്നെ ഈ എടുക്കണത് ആ സംഭവമില്ലേ, അതിൻ്റെ താഴെ വെള്ളം കഞ്ഞിവെള്ളമൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഒരു വൃത്തിയായിട്ട് മണം വന്ന് കിടന്നു കേട്ടോ. അതാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ മെയിൻ കാര്യം. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അവിടെ ഒരു അനക്കവും ഇല്ല കേട്ടോ. അത് ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ അതാ നമ്മുടെ ഈ സംഭവമില്ലേ ടൈലും പിന്നെ നമ്മുടെ സ്റ്റൗവും എല്ലാത്തിലും ഞാൻ ഈ സ്പ്രേ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ട് ഇതെല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ച് മിററിന് മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വായിച്ചില്ല, അതങ്ങനെ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതങ്ങനെ ഒരു ബോണ്ടെത്തി. അപ്പോൾ വായിച്ചപ്പോൾ പിന്നെ മനസ്സിലായി. ഈ സംഭവം വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എന്നും ഞാൻ ഇത് വെച്ചിട്ടേ തുടയ്ക്കുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റാൻഡും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ആ സ്റ്റാൻഡില്ല, ആ പിങ്ക് സ്റ്റാൻഡ് അതങ്ങോട്ട് എടുത്തപ്പോൾ എൻ്റെ മസാലയുടെ അപ്പോൾ താഴത്തേക്ക് വീണു. മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും പോയിട്ടോ. അത് പിന്നെ തീരാറായിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു സമാധാനം. മൊത്തത്തിൽ പോയോ എന്ന് ചോദിച്ചാൽ എല്ലാം പോയിട്ടുണ്ട്. എന്നാൽ അതിൽ കുറച്ചാണ്ടായിരുന്നുള്ളൂ. അതാണ് ഒരു സമാധാനം. ഞാൻ അത് ഫില്ല് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. മെയിനായിട്ട് ഇത് അടച്ചുറപ്പുള്ള സംഭവം മേടിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ആവും. ഇനി ഞാൻ ഇത് കേട് വന്നിട്ട് വേണം പുതിയത് മേടിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഞാനിങ്ങനെ എന്തായാലും ഒരു ചതി പറ്റി. അല്ലെങ്കിലും പാഠങ്ങൾ പഠിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്യണമല്ലോ. അങ്ങനെ ഞാനൊരു പാഠം പഠിച്ചു. ഇനിയിപ്പോൾ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ മേടിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ഭയങ്കര പിശുക്കത്തിയാണ്, വില കുറവുള്ള ഇങ്ങനെ നോക്കി വെച്ചിട്ട് മേടിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാനിങ്ങനെ വിലക്കുറവുള്ളത് മേടിക്കണത്. എൻ്റെ മനസ്സിന് അങ്ങനെയൊക്കെ മേടിച്ചാലേ തൃപ്തിയാവുള്ളൂ. അതായത് നമ്മളെ വിശ്വസിച്ചിട്ടാണല്ലോ നമുക്ക് ഭർത്താവ് പൈസ തന്ന് ഒരു മാസത്തേക്കുള്ള ചിലവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തരുമ്പോൾ നമ്മൾ അത് മുഴുവൻ തീർക്കാനുള്ള പരിപാടി നോക്കേണ്ടതല്ലോ. അപ്പം അതിൽ ഞാൻ വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മേടിക്കുമ്പോൾ അതിൽ എന്താ പറയുക തരണ 10% 1% ഞാൻ എൻ്റെ അടുക്കളയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനത്തിലേക്ക് വേണ്ടിയിട്ട് ചിലവാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ തുടങ്ങിയ സ്വഭാവം. ഞാൻ ഈ വീഡിയോ എടുത്തൊക്കെ തുടങ്ങിയ പിന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയായത്. അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് മിണ്ടാണ്ടിരിക്കുകയുള്ളൂ പണികളൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ എൻ്റെ വീഡിയോയിൽ വരണമെന്ന് എനിക്കൊരു തോര. ബൈ നമ്മളിപ്പോൾ ക്ലീനിങ് ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ലാബിൻ്റെ അടിയിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടേ ഇനി അതിൻ്റെ മൂലയ്ക്ക് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടി. കാരണം അടുക്കളയിലത്തെ ഡോർ എപ്പോഴും തുറന്നിട്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ കാണാണ്ട് വല്ലതും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ അത്ര ധൈര്യശാലിയായിട്ടല്ല കേട്ടോ ഞാൻ എനിക്കിട്ടും കുത്തിയിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോണ്. എന്നിട്ട് അവിടേക്കൊന്ന് കൈ കൊണ്ട് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് നനഞ്ഞ തുണി വെച്ചിട്ട്. ഇനിതാ ഇവിടുത്തെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. 10 മണിയായിട്ടുണ്ട്. എനിക്കൊരു 10:30 ആകുമ്പോഴേക്കും പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കണമെന്നാണ് ഞാൻ അങ്ങനെ വിചാരിക്കുമ്പോൾ എൻ്റെ വയറ്റിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നുണ്ട് കേട്ടോ. ഈ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഗുളു എന്ന് പറഞ്ഞിട്ട് സൗണ്ട് വരുന്നുണ്ട്. വിശന്നിട്ട് എന്നെ തെറി വിളിക്കാൻ തോന്നിട്ട് വയറ്. അപ്പോൾ ഇതാ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. വേഗം അടിച്ചു വാരി എടുത്തിട്ട് വേണം ഇനി തുടയ്ക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പുത്രൻ വീട്ടിലില്ലാത്തത് കൊണ്ട് സ്കൂളിലേക്ക് പോകണോണ്ട് അധികം സംഭവങ്ങളില്ല. താനൊന്നാ നോക്കിയേ പേപ്പറും സാധനങ്ങളൊക്കെ അടിയിൽ നിന്ന് എവിടെ നിന്ന് മുക്കിന്ന് മൂലയിൽ നിന്നൊക്കെ കിട്ടും. അത് പറക്കാൻ നീരവില്ല എന്ന് മാത്രം. ഇവിടെ ഈ ഭാഗം കണ്ടപ്പോഴാട്ടോ ഓർത്തത് എൻ്റെ മീൻകുട്ടികളുടെ വെള്ളം മാറ്റാറായിട്ടുണ്ട്. അവരെ ഒന്നിന് ഫ്രഷാക്കി എടുക്കണം. അത് ഒന്ന് ചെയ്യണം കേട്ടോ. ഞാൻ ആ കാര്യം മറന്നിരിക്കുകയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അവരെപ്പോഴും ജീവനോടെ ഇരിക്കണു. ഞാനിങ്ങനെ ചില സമയത്ത് വിട്ടു പോകുമ്പോൾ വീഡിയോയിലാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരും. വീഡിയോ കാണുമ്പോഴും ഓർമ്മ വരും. അങ്ങനെ ഒരു ഗുണമുണ്ട് വീഡിയോ എടുക്കണതിന്. പല കാര്യങ്ങളും എനിക്ക് അതുകൊണ്ട് ഓർമ്മ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെൻഡിങ് ആയിരിക്കണ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞു. മുറ്റടിക്കാൻ പോവാണ്. ഇപ്പോൾ കാറ്റുകാലല്ലേ, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ അടിക്കണ സമയത്ത്. അതുകൊണ്ട് എൻ്റെ മേത്ത് എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചൊറിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കുളിക്കാൻ പോണത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടി തുടങ്ങിട്ടോ.
ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വ്ളോഗോ പാട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇനി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കിടക്കും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.